ഓക്കെ ഗൈസ്, രാവിലെ തന്നെ ആണെങ്കിൽ നമ്മുടെ സോമ വിളിച്ചാൽ ഞാൻ പറഞ്ഞ് ഒരു ബിസിനസ്മാൻ നമ്മുടെ ഇന്ത്യയിൽ വന്നിന്ന്. അയാളാണെങ്കിൽ 2 സൂപ്പർ കാർ ഉണ്ടെന്ന് അയാളുടെ കയ്യിൽ. ആ ബിസിനസ്കാരൻ്റെ വീട് ഇതാണ് ഈ മുന്നിൽ കാണുന്നത്. അത്യാവശ്യം ഒരു വലിയ വീട് തന്നെയാണ്, നല്ലൊരു മാൻഷനാണെന്ന് പറയാം. എന്തായാലും നമുക്ക് ഇവിടുന്ന് ഞാൻ വണ്ടിയൊക്കെ കണ്ടുപിടിച്ച് ഒപ്പിച്ചിട്ടുണ്ട്. അവൻ പറഞ്ഞ 2 വണ്ടികൾ അടിച്ചു വെച്ചതാണ്. നമുക്കൊന്ന് പോവാം. ഇതാണ് പൊളി GTR. GTR സൂപ്പറാണെങ്കിൽ ഇന്ത്യയിൽ ഡിസ്കണ്ടിന്യൂ ചെയ്താൽ ഇതിപ്പോൾ എപ്പോൾ വരാം. നമുക്കെന്തായാലും ഫസ്റ്റ് ഈ GTR അടിച്ചു വെച്ചാൽ. ഓക്കെ, നൈസായിട്ട് പണി പാടി. ഈ GTR ഒന്ന് തൊട്ടതുപോലും ഇല്ല, എന്നിട്ട് തന്നെ പോലീസ് വന്നു. എന്തായാലും നമുക്കിത് സൂക്ഷിച്ച് കൊണ്ടുപോകണം ട്രെവറിൻ്റെ വീട്ടിലേക്ക്. ട്രെവർ അല്ല, സോമൻ. ട്രെവർ മറ്റേ GTA 5 ഗെയിമിലെ എന്ത് മണ്ടനാൻ. എന്തായാലും നമുക്ക് പതുക്കെ അവൻ്റെ വീട്ടിൽ പോകാം. സോമനാണ് നമ്മളിത് പറഞ്ഞത്. സൂപ്പർ. ഈ ആദ്യം നമുക്ക് ഈ GTR കൊണ്ട് പോകാം. നമ്മുടെ ഡോറാണെങ്കിൽ തുറന്ന് വെച്ചേക്കുക. പക്ഷെ നേരത്തെ അവിടെ നിന്ന് ഒരു സ്ക്രാച്ച് വന്നു. പക്ഷേ മുമ്പിൽ ഒന്നും കുഴപ്പമില്ല, അവിടെയും സ്ക്രാച്ചൊന്നും ആയില്ല. അവിടെ ഇടിച്ചു കഴിഞ്ഞാൽ എന്തായാലും അവൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. അവൻ പറഞ്ഞ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിൽക്കാമെന്നാണ്, പക്ഷെ വീട്ടിൽ കൊണ്ടുവരുന്നുണ്ട്. വീണ്ടും ഒരാൾ അടിച്ച് പോയി. എൻ്റെ പൊന്നോ, ഇടാ ഈ പോലീസുകാർ തന്നെ എന്നെ കൊണ്ട്. ഒരു മിനിറ്റ് ഗൈസ്, എനിക്ക് എന്തൊരു കോൾ ചെയ്യാൻ അറ്റൻഡ് ചെയ്യട്ടെ. ഓക്കെ ഗൈസ്, ഞാൻ നൈസായിട്ട് ആ കോളങ്ങ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് സോമൻ തന്നെ വിളിച്ചു. അവൻ പറഞ്ഞ് നേരെ എയർപോർട്ടിൻ്റെ അടുത്ത് കൊണ്ടുപോകാൻ. എയർപോർട്ടാണെങ്കിൽ ഏകദേശം ഇവിടെ നിന്ന് അടുത്താണ്. കാരണം മറ്റേ ആളെ അവൻ ചവിട്ടി. അവനാണെങ്കിൽ അവൻ്റെ കാരണം വീട് ഇവിടെ നിന്ന് അടുത്താണ്. അമ്മേ, സ്ക്രാച്ച് പോലെ. എൻ്റെ പൊന്നോ, GTR ആണ്. ഒന്നും പോലെന്ന് വിചാരിക്കുന്നില്ലല്ലോ. നൈസായിട്ട് പണി ഗൈസ്. ഇത് പോയി നമ്മുടെ ഡോറ്. നമുക്ക് എന്തായാലും എയർപോർട്ടിൽ പോകാം. എയർപോർട്ട് തോണ്ട മുന്നിൽ കാണുന്നതാണ്. ദാറ്റ് മീൻസ് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ മുന്നിൽ കാണുന്നത് തുടങ്ങിയിട്ടില്ല, അതുകൊണ്ട് മുന്നിൽ കാണുന്നതാണ്. നമുക്ക് എന്തായാലും GTR അല്ലേ, ഒന്നിങ്ങനെ അടിക്കാന്നേ. പക്ഷെ എൻ്റെ പൊന്നടാവേ, എന്തുവാ വീട്ടിൽ പണി സ്ക്രാച്ച് അവർ സോമൻ. ഭാഗ്യ സ്ക്രാച്ചൊന്നും വന്നില്ല. ബ്രേക്ക് ഇട്ടില്ലല്ലോ. ഇവിടെ നമുക്ക് പാർക്ക് ചെയ്യാം എന്തായാലും. ഒരു മിനിറ്റ്, വീണ്ടും ഒരു കോൾ വരുന്നു. സോമ പറഞ്ഞ് സൂപ്പർ അടിച്ചു പറ്റുന്നതെന്നാണ്. പിന്നെ ഞാൻ സോമനോട് പറഞ്ഞു മറ്റേ GTRൻ്റെ ഡോർ ഇളകിന്ന്. അതവൻ പറഞ്ഞു അത് അവൻ്റെ റിപ്പയർ. കാരണം അവൻ്റെ നല്ല പൈസ ഉണ്ട്. അവൻ ലോസ് ആൻഡേഴ്സിലെ പണക്കാരനാണ്. നമ്മളാണ് 1ാം സ്ഥാനത്തെ പണക്കാരൻ. എന്തായാലും നമുക്ക് പോകാം. ഓക്കെ ഗൈസ്, ഇതേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.